മാഹി ചെമ്പ്ര പ്രദേശത്ത് ഡ്രൈനേജ് നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടന്ന് പ്രദേശവാസികൾക്ക് വൻ ദുരിതം. കിണറിലെ വെള്ളം പോലും മലിനമായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മലിനജലം കെട്ടിക്കിടന്ന് കിണറിലെ വെള്ളവും മോശമായിരിക്കുകയാണ്. കുടിവെള്ളത്തിന് ചെളിയുടെ മണമാണെന്നും കാലാകാലങ്ങളായി തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണിതെന്നും നിരവധി തവണ അധികാരികളെയും മറ്റും കണ്ട് സംസാരിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. മഴക്കാലമായാൽ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികളായ ചെമ്പ്ര, നങ്ങവണ്ടി വിജു, വണ്ണത്താൻ വീട് പ്രദീപൻ എന്നിവർ പറഞ്ഞു. മഴക്കാലത്തുള്ള ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഈ തോട് പോകാൻ ഒരു വഴിയില്ല, മെയിൻ തോട്ടിലേക്ക് പോകാൻ ഒരു വഴിയില്ല. പ്രൈവറ്റ് പാർട്ടീസ് അവരെല്ലാം സ്ഥലത്ത് മതിൽ കെട്ടിയിട്ടും ഇതാക്കിയിട്ടും എല്ലാ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം അധികാരികളെ കണ്ട്, പക്ഷെ അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല നമുക്ക്. ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഇത് ചെമ്പ്ര ഇവിടെ അങ്കനവാടിന്റെ അടുത്ത് അങ്ങേ സൈഡും വന്നിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഇപ്പൊ എല്ലാം പറമ്പില് സാധനം വെള്ളം കയറിപ്പോയി. അതും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാ പ്രോബ്ലം ഉണ്ടെങ്കിൽ സൈഡിലുള്ള കിണറിന്റെ വെള്ളം എല്ലാം വന്നിട്ട് അത് മഴക്കാലത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാം ഒരു റെയിൻബോ കളറിന്റെ മരം വന്നിട്ട് മാലിയായിട്ട് അങ്ങ് നാളെ വീടെല്ലാം വന്നിട്ട് ആയിട്ടാണുള്ളത്. ഇപ്പൊ ഇത് പറഞ്ഞു മടുത്തതാ. എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം എല്ലാവരും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പോയി, അവരും റെസിഡൻഷ്യൽ അസോസിയേഷൻ അവർ കുറെ ട്രൈ ചെയ്ത് അതും പോയി. അസോസിയേഷൻ വരുന്നതിനെ കണ്ടുകൊണ്ട് ഞാനും ഇവരെ അച്ഛനെല്ലാം കൂടിയിട്ടാണ് കുറെ പ്രാവശ്യം പോയത്. ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും കുടിക്കുമല്ല ചളിനാട്ടാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് തോട്ടിലേക്ക്, മെയിൻ തോട്ടിലേക്ക് അത് പോയിക്കോട്ടെ. ഇതിനാൾ വന്നിട്ട് ഒന്നും പറയുന്നില്ല. ആക്ച്വലായിട്ട് പിടിച്ചു വെച്ചാൽ അല്ല ക്ലോസ് ചെയ്താൽ. പക്ഷെ ഓൾറെഡി ഇവിടെ തോടുണ്ടായിരുന്നു, ആദ്യ തോടുണ്ടായിരുന്നു. അതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടീസ് മണ്ണിട്ടിട്ട് അവരുടെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവരെ മൂടി വരുന്ന വെള്ളമെല്ലാം ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് അവിടെ ക്ലോസ് ചെയ്ത് ഇപ്പൊ നടുക്കെല്ലാം ഒന്നൊന്നൊരു എല്ലാം ഇതായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നിന്ന് ഇങ്ങനെ ഈ വെള്ളം പോകണ്ടെങ്കില് അടുത്ത ഇയറെ പോകും. അത് അങ്ങനെ നിൽക്കും. ആ സമയത്ത് എന്താവുണ്ടെങ്കിൽ നാളെ കിണറ്റിലെ വെള്ളം മാത്രമല്ല, ഈ കൊതുക്, ഡെങ്കിപ്പനി, മലമ്പനി അങ്ങനത്തെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് വന്നിട്ട് ആരും ചോദിക്കാനോ അല്ല. ഈ ഏരിയയിൽ വന്നിട്ട് ആരും ഒരു സപ്പോർട്ടില്ല. ഏത് പാർട്ടീസോ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഇവിടെ വന്ന് നോക്കാനോ ഒന്നുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ബുദ്ധിമുട്ട് എത്ര വീടുന്നില്ല, ഒരു 4 വീട് വന്നാലേ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. ഈ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഈ ആ താഴെയുള്ള ഇതെല്ലാം വന്നിട്ട് റോഡ് ഇതിലെല്ലാം വെള്ളം കയറി. കുടിക്കേണ്ട വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, പിന്നെ നമുക്ക് ഇവിടെ സമാധാനത്തിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് മഴക്കാലത്തുള്ള മണം, ചളി വെള്ളം കെട്ടിക്കിടന്നിട്ടുള്ള മണം, പിന്നെ അതിൽ പെട്ടുപെരുകുന്ന കൊതുകുകള്, അതുപോലെ വെക്കുന്ന അസുഖങ്ങള്, പല പ്രശ്നങ്ങളുണ്ട്. അടുത്ത മഴയ്ക്ക് മുന്നേ സുഗമമായ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാഹി മേഖല BJP പ്രവർത്തകർ അധികാരികൾ ചെന്ന് കാണുകയും പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ട നടപടികൾ ചെയ്യുമെന്ന് അധികാരികൾ പറഞ്ഞതായും BJP മാഹി മേഖല പ്രസിഡന്റ് പ്രബീഷ് കുമാർ, കമ്മിറ്റി അംഗം ദിനേശൻ അങ്കവളപ്പിൽ എന്നിവർ പറഞ്ഞു. സെക്രട്ടറി TL ലത്തീഫ, മണ്ഡലം ജനറൽ സെക്രട്ടറി മഗ്നീഷ് മഠത്തിൽ, OBC മോർച്ച സംസ്ഥാന സമിതി അംഗം ജയസൂര്യ ബാബു എന്നിവർ ഇവർക്കൊപ്പമുണ്ടായിരുന്നു.